ഉത്തരേന്ത്യയെ ശ്വാസം മുട്ടിക്കുന്ന വായു മലിനീകരണത്തിൽ വിചിത്രവാദവുമായി എത്തിയിരിക്കുകയാണ് മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പൊടിക്കാറ്റ് പ്രധാന കാരണമാകുന്നുവെന്ന് സെൻകുമാർ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അവകാശവാദം. ഡൽഹിയിലെ മലിനീകരണത്തിൻ്റെ 40% ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വലിയ പൊടിക്കാറ്റുകൾ കാരണമാണെന്ന് സെൻകുമാർ പറയുന്നു. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലൂടെ സഞ്ചരിച്ച് എത്തുന്ന ഈ പൊടിപടലങ്ങൾ ശൈത്യകാലത്തെ പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങൾ മൂലം ഉത്തരേന്ത്യൻ ആകാശത്ത് കെട്ടിക്കിടക്കുകയാണ്. ഹിമാലയത്തിൻ്റെ സാമീപ്യം വായുസഞ്ചാരം തടയുന്നതും മലിനീകരണം രൂക്ഷമാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെയും ജനജീവിതത്തെയും മലിനീകരണം ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവിലെ തീരുവ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ GDPയെ 1% ബാധിക്കുമ്പോൾ വായുമലിനീകരണം വരുത്തുന്ന നഷ്ടം 9%. പ്രതിവർഷം 2 മില്യൺ ആളുകൾ ഇതുമൂലം മരിക്കുന്നുണ്ടെന്നും 130 കോടി മനുഷ്യപ്രയത്ന ദിനങ്ങളാണ് രാജ്യത്തിന് നഷ്ടപ്പെടുന്നതെന്നും സെൻകുമാർ പറയുന്നു. വായുമലിനീകരണം എന്നത് അടിയന്തരമായി രാജ്യം പരിഹരിക്കേണ്ട വിഷയമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. കൃത്രിമ മഴ പെയ്യ്ക്കുക, വൃക്ഷങ്ങൾ നടുക, സാറ്റലൈറ്റ് മോണിറ്ററിംഗ്, ശാസ്ത്രീയ പഠനം എന്നിവ ഇതിനായി ആവശ്യമാണെന്നും വായുമലിനീകരണം അടിയന്തരമായി പരിഹരിക്കണമെന്നും TP സെൻകുമാർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തേക്ക് ആളുകൾ പോകാൻ മടിക്കുമെന്നും അവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മരണസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലൊക്കെ ഇനി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചാൽ അത് നടത്താൻ പറ്റില്ല. കാരണം മറ്റ് രാജ്യങ്ങൾ അത് ബഹിഷ്കരിച്ചേക്കും. കാരണം ഇത്രയും വായുമലിനീകരണം ഉള്ളൊരു നഗരത്തിൽ മത്സരങ്ങൾ വച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഈ വിഷയത്തിന് അടിയന്തര ശ്രദ്ധ ആവശ്യമുണ്ട്. സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുക്കണമെന്നാണ് തന്റെ അപേക്ഷയെന്നും സെൻകുമാർ പറയുന്നു. ഇനി ഡൽഹിയിലെ വായുമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളായി പഠന റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രശ്നം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. ഡൽഹിയിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. പെട്രോൾ, ഡീസൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ വായുവിനെ മലിനമാക്കുന്നു. മറ്റൊന്ന്, സമീപ പ്രദേശങ്ങളിൽ ധാരാളം ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളുമുള്ള സ്ഥലമാണ് ഡൽഹി. അവിടെ നിന്നൊക്കെയുള്ള പുക, രാസവസ്തുക്കൾ എന്നിവ വായുവിലേക്ക് നേരിട്ട് കലരുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലവും വലിയ തോതിൽ പൊടി അന്തരീക്ഷത്തിൽ കലരുന്നുണ്ട്. കർഷകർ വിളവെടുപ്പിന് ശേഷം അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ഒരു പ്രശ്നമാണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് സീസണിന് ശേഷം വയലിലെ വിള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് പതിവാണ്. പ്ലാസ്റ്റിക്, ജൈവമാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് വിഷവാതകങ്ങൾ ഉണ്ടാക്കുന്നു. അതും അന്തരീക്ഷം മലിനമാക്കും. ഡൽഹിയിൽ ജനസാന്ദ്രത കൂടുതൽ ആയതുകൊണ്ടാണ് ഊർജ്ജ ഉപയോഗം, വാഹന ഉപയോഗം, മാലിന്യ ഉൽപ്പാദനമൊക്കെ വളരെ കൂടുതലുമായിരിക്കും. ഇതാണ് പഠന റിപ്പോർട്ടുകൾ. അതിലൊന്നും ഈ ഗൾഫ് രാജ്യങ്ങളോ സൗദിയോ ഇറാഖോ ഒന്നുമില്ല. സെൻകുമാർ സാറാണ് ഇതൊക്കെ ഈ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും BJPയുടെ സെലക്ഷനൊക്കെ വളരെ കൃത്യമാണ്. സുരേഷ് ഗോപി, R ശ്രീലേഖ, പിന്നെ സെൻകുമാർ സാറും. ഇതിൽ 2 പേർ യഥാർത്ഥ ജീവിതത്തിൽ പോലീസിലെ ഉന്നത സ്ഥാനത്തിരുന്നവരാണ്. മറ്റേയാൾ സിനിമയിൽ പോലീസായി തിളങ്ങിയ ആളുമാണ്. 3 പേരും പലപ്പോഴും സമൂഹമാധ്യമങ്ങൾക്ക് ട്രോളുകളുടെ ചാകര തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ടോ എന്ന സംശയവും ബാക്കിയാണ്.